പ്രിയപ്പെട്ടവരെ നോക്കൂ, കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പേ ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ബൈജൂസ് ബ്ലോഗിലൂടെ ചില ആശങ്കകളും സംശയങ്ങളും ഞാൻ പങ്കുവച്ചിരുന്നു. ആ ആശങ്കകളും സംശയങ്ങളും ശരിവെക്കുന്ന രീതിയിലാണ് ചില വാർത്തകൾ പുറത്തു വരുന്നത്. ലൈംഗികാരോപണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കോഴിക്കോട് സ്വദേശി ദീപകിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ്. ഒരു തെളിവും ഷിംജിതയ്ക്ക് അനുകൂലമായിട്ടില്ല. ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോവുകയാണോ ഫോൺ? തീർച്ചയായിട്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോൺ വിധേയമാക്കുന്നു. ഷിംജിയുടെ ഫോൺ നേരത്തെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദീപകിന്റെ ഫോൺ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വാർത്തയിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ബൈജൂസ് ബ്ലോഗിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത്. ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള സംശയമുണ്ട്. ഷിംജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് കോൾ മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ മുഖേനയോ ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തിയോ എന്നാണ് അറിയേണ്ടത്. അതിന്റെ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ വിഷയത്തിൽ ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നൊരു സംഭവമുണ്ട്. ഷിംജിത ബസ്സിൽ നിന്ന് സെൽഫി വീഡിയോ എടുക്കുന്ന സമയത്ത് ഷിംജിതയുടെ പിറകിൽ നിന്നിരുന്ന ഒരു കുട്ടി ഇപ്പോഴിതാ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഷിംജിതയ്ക്കെതിരെ ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ പരിഗണിക്കാനിരിക്കെയാണ് പുതിയൊരു വിവരം കൂടി പുറത്ത് വരുന്നത്. ഈ സംഭവം നടന്നത് 16-ാം തീയതിയാണ്. 17-ാം തീയതി തന്നെ ഒരു പെൺകുട്ടി, അന്ന് ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരു പെൺകുട്ടി തന്റെ മുഖം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി അത് മാറ്റണം, ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത ആ വീഡിയോ സത്യമാവുകയാണ്. ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട മമ്മൂക്ക് ചെയ്തൊരു വേഷം ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ സത്യം മൂടിവെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ അത് പുറത്തു വരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട ദീപകിന്റെ പിറന്നാളിന്റെ തലേ ദിവസമാണ് ദീപക് ആത്മഹത്യ ചെയ്യുന്നത്. ആ ആത്മഹത്യ ചെയ്യുന്ന ദിവസം തന്നെയാണ് 45,000 രൂപ ദീപക് ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നത്. തെറ്റ് ചെയ്തവർ നിയമത്തിന് മുമ്പിൽ ശിക്ഷിക്കപ്പെടാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തായാലും നടക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. എന്തായാലും ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. നമുക്ക് എല്ലാവർക്കും ദീപകിന്റെ നീതിക്കായുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് കൈകോർക്കാം. ആ പാവം അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുനീർ, ആ പാവം അച്ഛൻ്റെയും അമ്മയുടെയും നെഞ്ചൊരുകുന്നത്, ആ പാവം അച്ഛൻ്റെയും അമ്മയുടെയും ഹൃദയമിടിക്കുന്നത് നമ്മളെല്ലാവരും ഒരു ദിവസം കൃത്യമായി കേട്ടതാണ്. സങ്കടത്തിന്റെ ദിനങ്ങൾ തീരാതെ, കണ്ണീരൊഴിയാതെ ആ മകനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ആ പാവം വൃദ്ധരായ അച്ഛനും അമ്മയ്ക്കും അവരുടെ സമാധാനത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം, ഒരുമിച്ച് പോരാടാം. ദീപകിന്റെ വിധി നാളെ മറ്റൊരാൾക്കും ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഒപ്പം നാളെ ഒരു കുടുംബത്തിനും ഇങ്ങനൊരു ഗതി വരാതിരിക്കട്ടെ. ഇപ്പോഴും കേരള മനസാക്ഷി ഒന്നടങ്കം ഉറപ്പിച്ചു പറയുന്നു, ഷിംജിതയാണ് കുറ്റക്കാരിയെന്ന്. ഷിംജിതയ്ക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്ന്. നീതിന്യായ പീഠം ഷിംജിതയ്ക്ക് സ്ത്രീ എന്ന പരിഗണന നൽകാതെ വളരെ കൃത്യതയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ യഥാർത്ഥത്തിൽ ആരാണ് കുറ്റവാളി എന്നുള്ള കാര്യം പുറത്തു വരികയും ചെയ്യും. അവർക്കുള്ള ശിക്ഷ നൽകാനും കഴിയും. അതിനുവേണ്ടിയാണ് കേരള ജനത, അല്ല ലോക ജനത കാത്തിരിക്കുന്നത്. കാത്തിരിക്കാം ദീപകിന് അനുകൂലമായ, അല്ല കേരള ജനതയ്ക്ക്, അല്ല ലോക ജനതയ്ക്ക് അനുകൂലമായ ആ വിധിക്കായി.